അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാ. ശൈലി കൊണ്ടും ഉള്ളടക്കം കൊണ്ടെല്ലാം ഏറെ മനോഹരമായിട്ടുള്ളൊരു അധ്യായമാണ് സൂറത്തുൽ ഇസ്രാ. റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിലൊന്നായിട്ടുള്ള ഇസ്രാ മിറാജ് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു സൂറത്ത് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ മുസബ്ബിഹാത്ത് സൂറത്തുകൾ, തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളുടെ ആരംഭം, അതിൽ ഖുർആന്റെ ഓർഡർ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ കടന്നു വരുന്ന ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഇസ്രാ എന്നെല്ലാം വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആരംഭ ഭാഗത്ത് നാളെ ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട് മസ്ജിദുൽ അഖ്സ എന്ന ഒരു പ്രദേശത്ത് സംഭവിക്കാനിരിക്കുന്ന ചില പ്രവചനങ്ങളെ സംബന്ധിച്ചെല്ലാം അള്ളാഹു ആ ഒരു സൂറത്തിൽ സൂചന നൽകുന്നുണ്ട്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൻ കാലഘട്ടത്തിൽ ഈ ഒരു സൂറത്ത് നൽകുക വഴി റസൂലുള്ള കൂടുതൽ ബനു ഇസ്രായേലിന്റെ ആ ജനതയെ കൂടുതൽ റസൂലുള്ള പരിചയപ്പെടുന്നത് മദനി കാലഘട്ടത്താണ്. മക്കൻ കാലഘട്ടത്തിന് അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു വിൻഡോ റസൂലുള്ളാഹിക്ക് ഈ ഒരു സൂറത്ത് വഴി അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുക കൂടെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ആ സൂറത്തുൽ ഇസ്രായിലുള്ള 22 മുതൽ 39 വരെയുള്ള ആയത്തുകൾ, ചില പണ്ഡിതന്മാരെല്ലാം അത് തൗറാത്തിലുള്ള 10 കൽപ്പനകൾ, ആ 10 കമാൻഡ്മെന്റ്സിന് ഈക്വൽ ആയിട്ടുള്ള ഭാഗമാണെന്നെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട് മസ്ജിദുൽ അഖ്സയുടെ ആ ഒരു പ്രദേശം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറാനിരിക്കുന്നുണ്ട്. സമകാലിക ലോകത്തും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസയിലും അതേപോലെ തന്നെ ഫലസ്തീനുള്ള ജനതയുടെ പോരാട്ട വീര്യം, അവരെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന അവരുടെ ബാക്ക് ബോൺ, അവരുടെ ചാലക ശക്തി എന്നുള്ളത് ആ ഖുർആനാണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടു, ഗസ എന്നുള്ള ഒരു ചെറിയ പ്രദേശത്ത് 13,000-ഓളം ഹഫാദുകൾ 2023 വരെ അത്രയേറെ ഖുർആൻ മനപ്പാടാക്കിയ ആളുകളാണ് ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്നത്. അപ്പം അവരുടെ ഊർജം എന്നുള്ളത് ആ ഖുർആനാണ്. ആ ഒരു പോയിന്റ് വെച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ സൂറത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പം മൊത്തം ഖുർആൻ എന്നുള്ള ഒരു പദം, ആ ഒരു നാമം, അത് 50-ലധികം തവണ വ്യത്യസ്ത സൂറത്തുകൾ അള്ളാഹു പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ ഖുർആൻ എന്നുള്ള ആ ഒരു നാമം ഏറ്റവും കൂടുതൽ അള്ളാഹു പരാമർശിക്കുന്ന സൂറത്തുൽ ഇസ്രാ ആണ്. 10-ലധികം തവണ ഖുർആൻ എന്നുള്ള ഒരു പദം ഈ ഒരു സൂറത്തിൽ കാണാൻ സാധിക്കും. അത് അത്ഭുതമായിട്ട് മാറുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, ആ ഒരു ജനതയുടെ അവരുടെ ചാലക ശക്തി, അതേപോലെ തന്നെ ബനു ഇസ്രായേലിൽ നിന്നും ആ ഒരു ചുമതല അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകുകയാണ്. ഈ ഒരു പുതിയ ഉമ്മത്തിന്റെ ഭരണഘടന എന്നുള്ളത് അത് ആ ഖുർആനാണ്. അത് ബനു ഇസ്രായേലിന് അള്ളാഹു ആ ഖുർആനെ സംബന്ധിച്ച് ആവർത്തിച്ച് പരാമർശിക്കുക വഴി അത് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക കൂടെ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഇത്തരത്തിലുള്ള നിരവധി സവിശേഷതകൾ ആ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അള്ളാഹു ആ ഖുർആനെ മുറുകെ പിടിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകും.